ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കൊച്ചു പിള്ളേർക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ബോ വയ്ക്കുന്ന പോലെ വെച്ചിട്ട് ബാക്കിലോട്ട് ആ ഒരു റിബൺ വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിബൺ വേണ്ട കേട്ടോ, എന്നിട്ട് മെടഞ്ഞിട്ടിട്ടോ അല്ലെങ്കിൽ ഏതാണോ നമ്മളുടെ ഹെയർ സ്റ്റൈൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബാൻഡ് വെക്കാവുന്നതാണ്. അപ്പം വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഒന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു കുഞ്ഞു വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ടുള്ള ബീഡ്സ് ആണ്. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഗിയർ വയറാണ്. 3mm ഗിയർ വയർ തന്നെ വേണം, 4 ഒന്നും പറ്റില്ല കേട്ടോ. പിന്നെ വേണ്ടത് ഈ ഒരു ഫ്ലവർ ബീഡ്സ് ആണ്. അപ്പം ഈ ഒരു ബീഡ്സ് ഇത്രയൊന്നും വേണ്ട, ഒരു 5-6 എണ്ണം മാത്രം മതി. പിന്നെ വേണ്ടത് ഈ ഒരു റിബൺ ആണ്. അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പ് അല്ലെങ്കിൽ ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി അതല്ല ഓൺലൈനായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3mm ഗിയർ വയർ എടുക്കുക. അത് ഒരു 2.5 മീറ്ററിൽ അളന്നിട്ട് നമ്മൾ എടുക്കണം. അതായത് നമ്മൾ ഡ്രസ്സൊക്കെ അളക്കാനായിട്ട് എടുക്കില്ലേ, ടാപ്പ്, സ്റ്റിച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടാപ്പ് ഉണ്ടല്ലോ, അതിൽ അളന്നിട്ട് ഒരു 2.5 മീറ്റർ അളന്നിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം, നടുക്കുള്ള ഭാഗം ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഈ കാണുന്ന കമ്പിയിൽ, ഒരു വശത്തുള്ള കമ്പിയിൽ നമ്മൾ ഈ ചെറിയ ബീഡ്സ് വരിയായിട്ട് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ബീഡ്സ് ഇതുപോലെ വരിയായി കോർത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു ബീഡ് വെച്ചിട്ട് ആ ഒരു എൻഡിങ് ഒന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. ആ ഒരു ബീഡ്സ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു കമ്പിയിൽ വീണ്ടും നമ്മൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വരിയായി കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ബീഡ്സ് ഇതുപോലെ കോർത്തതിന് ശേഷം ലാസ്റ്റ് ആ ഒരു എൻഡിങ്ങിൽ ഒരു ബീഡ് വെച്ചിട്ട് ഇതുപോലെ പിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബീഡ്സ് എല്ലാം നമ്മൾ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ വർക്ക് തുടങ്ങുകയാണ്. ഫസ്റ്റ് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ എടുത്തില്ലേ, ആ ഒരു ഭാഗത്ത് ഒരു 3 ബീഡ്സ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ ഒരു കമ്പി നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 3 ബീഡ്സും കൂടെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്ലവർ ഷേപ്പിലാക്കിയിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. പിരിച്ചതിന് ശേഷം താഴെ കാണുന്ന ആ ഒരു 2 കമ്പി ഒന്നും കൂടെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 3 ബീഡ്സും കൂടെ എടുത്തിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കോർത്ത് കൊടുത്ത ഓരോ ബീഡ്സും 3 വീതം എടുത്തിട്ട് ഓരോ സൈഡിലായിട്ട് 3 വീതം എടുത്തിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്ലോ ആയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം കാണിക്കുമ്പോൾ അത് ബോറായിട്ട് തോന്നും. അപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ പോലെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ താഴെയായിട്ട് ആ ഒരു 3 ബീഡ്സ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ബീഡ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത്തും പിന്നെ താഴോട്ടുള്ള ആ ഒരു ബീഡ്സിൻ്റെ ലെങ്ത്തും എല്ലാം ഒരേ അളവിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ആ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് എല്ലാം ഒരേ സൈസിൽ തന്നെ ആയിരിക്കണം, ഒരേ അളവിൽ തന്നെ ആയിരിക്കണം. അപ്പം നമ്മളത് ഇങ്ങനെ പിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു മെഷർമെൻറ്റ് ഏകദേശം കണക്കാക്കിയിട്ട് തന്നെ നമ്മളത് ചെയ്യാൻ നോക്കാം. പെട്ടെന്ന് നോക്കുമ്പം നമുക്ക് എല്ലാം ഒരേപോലെ ആയിട്ട് തോന്നണം. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗിയർ വയറിൻ്റെ റേറ്റ് വന്നിട്ട് 35 രൂപ മുതൽ നമ്മുടെ ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നിന് 60 രൂപ 70 രൂപ ആ ഒരു റേറ്റിനാണ് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടുക. അപ്പം കഴിയുന്നതും റീറ്റെയിലായിട്ട് ബട്ടൺ ഹൗസിലോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിലോ ഒക്കെ പോയി വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ 3mm ആണ് കേട്ടോ സൈസ് എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുമ്പോൾ ആ ഒരു സൈസ് തന്നെ എടുക്കാൻ നോക്കുക. 3mm നമുക്കിതുപോലെയുള്ള വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മളുടെ ആ ഒരു ബീഡ്സ് എല്ലാം പിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിരിച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ഇതുപോലെ 2 എണ്ണം വേണം.
അപ്പോൾ ഈ ഒരു 2 പാർട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരേപോലെയാണ് കേട്ടോ. രണ്ടും ഒരേ സൈസ് വേണം. ഒന്ന് ചെറുതോ വലുതോ ഒന്നും ആവാൻ പറ്റില്ല. ഒരേ സൈസ് തന്നെ വേണം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു 2 പാർട്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ആ ഫസ്റ്റത്തെ ആ ഒരു കമ്പി നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു 2 ലെയർ എടുത്തിട്ട് ഓവൽ ഷേപ്പിലാക്കി എടുക്കുക. ഇതേ ഷേപ്പിലാക്കി എടുത്തിട്ട് ഒന്ന് ആ ഒരു 2 കമ്പിയും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ആ ഒരു ഷേപ്പിൽ തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ലെയർ വെച്ചിട്ട് നമ്മളെല്ലാം ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ആ ലാസ്റ്റ് വരുന്ന ആ ഒരു കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ചുറ്റി കൊടുക്കുക. ഇതേപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഹെയർ ബാൻഡിൻ്റെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ 2-3 കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അത് വന്നിട്ട് ഫ്ലവർ ഫിക്സ് ആക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ഒരു ജോയിൻറ്റിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് കെട്ടി കൊടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ 3mm ഗിയർ വയർ തന്നെ എടുക്കുക. എന്നിട്ട് ഈ ഒരു ഫ്ലവർ കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം പിരിച്ചു കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ആ ഒരു ഹെയർ ബോൻ്റെ ആ ഒരു ജോയിൻറ്റ് ഭാഗത്ത് നമ്മൾ കെട്ടി കൊടുത്ത ഭാഗത്ത് വല്ല ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു കമ്പി ഇറക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക. നല്ല പോരാത്ത രീതിയിൽ നമ്മളത് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. ബാക്കി വരുന്ന കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളത് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ ജോയിൻറ്റിലും നമ്മൾ ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഈ ഒരു ഫ്ലവർ ഫിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായില്ലേ ഈ ഒരു ഡിസൈന് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു വൈറ്റ് റിബണാണ് കേട്ടോ. ഇത് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതാണ് നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ള വർക്ക്. ഈ ഒരു റിബൺ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു റിബൺ എടുത്തിട്ട് 2 പീസാക്കിയിട്ട് ഇതുപോലെ 2 സൈഡിലായിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ വർക്ക് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡിസൈന് കാണാനായിട്ട്? അടിപൊളിയായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇനിയിപ്പം ഫാൻസിയിൽ കയറിയാലും ഇതുപോലെയുള്ള വെറൈറ്റി ഡിസൈനൊന്നും കാണില്ല കേട്ടോ. ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും, പക്ഷേ ഭയങ്കര റേറ്റ് ആയിരിക്കും. 300 എബോ അല്ലെങ്കിൽ 250 എബോ ആയിരിക്കും ഇതിൻ്റെ എല്ലാം റേറ്റ്. അപ്പം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം പോലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഹെയർ ബ്രൂച്ചസിൻ്റെയും അതുപോലെ ഹെയർ ബോ, ഹെയർ ക്ലിപ്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.